ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഓണം കഴിഞ്ഞ് വെക്കേഷനും കഴിഞ്ഞ് ക്ലാസ്സും തുടങ്ങിയല്ലേ. അപ്പോൾ എല്ലാവർക്കും ഓണം എക്സാമിൻ്റെ പേപ്പേഴ്സൊക്കെ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാനിന്ന് എൻ്റെ ഓണം എക്സാമിൻ്റെ മാർക്സിനെ പറ്റിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം, എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. പരീക്ഷ പേപ്പേഴ്സൊക്കെ എല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ പേപ്പേഴ്സ് എല്ലാം വരുന്നത്. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമുക്ക് മാത്സ് എന്ന് തുടങ്ങാം. ഐശ്വര്യമായിട്ട് തന്നെ 72 മാർക്സ് കിട്ടിയിട്ടുള്ളത്. ഇതാണ് നമ്മുടെ പേപ്പർ വരുന്നത്. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലാത്ത ഒരു പരീക്ഷയായിരുന്നു. പക്ഷെ എന്നാലും കുറച്ചും കൂടെ ഒക്കെ ഇമ്പ്രൂവ് ആക്കുന്നത്. ഇപ്പോൾ ബോർഡറിലാണ് 72. 9 കുറച്ച് നല്ലോണം ഇതിനേക്കാളും മാർക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയും ഇമ്പ്രൂവ് ആക്കണമെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പം മാത്സ് ഓക്കെയാണ്. പിന്നെ സോഷ്യൽ 77 വരുന്നത്. ഇതൊന്നും കുഴപ്പമൊന്നും ഇല്ലാത്തൊരു പരീക്ഷയായിരുന്നു. പക്ഷെ ചിലതൊക്കെ ചിലതൊക്കെ കുറച്ചൊരു ടഫായിരുന്നു. മാപ്പൊക്കെ ഞാൻ തെറ്റിയെന്നാണ് വിചാരിച്ചത്. ഞാൻ അതിനെക്കുറിച്ച് നോക്കിയിട്ടില്ലായിരുന്നു. പക്ഷേ അതൊക്കെ ശരിയായിട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ തലേദിവസം മാത്രമല്ല, നോട്ടൊക്കെ മുമ്പേ ആക്കിയിട്ടുണ്ടായിരുന്നു. എന്നാലും സോഷ്യലൊക്കെ തലേദിവസം എന്ന് പഠിച്ചാൽ മാത്രമേ ഓർമ്മ കിട്ടുള്ളൂ. അതാണ്. ഇനി ഇംഗ്ലീഷാണ്. 72 മാർക്കുണ്ട്. A+ ഉണ്ട്. എനിക്ക് 9 ഒരു A+ പോലും ഉണ്ടായിരുന്നില്ല. ഓണമായാലും ക്രിസ്മസ് ആയാലും കൊല്ല പരീക്ഷയായാലും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ 64, 65 ഇതിന് മേലെ എനിക്ക് പോയിട്ടുണ്ടായിരുന്നില്ല 9. പക്ഷേ അത് ഞാൻ ഇംഗ്ലീഷിന് ഞാൻ കുറച്ച് നല്ലോണം പേടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ വേഗം ഇത് നല്ലോണം പഠിച്ച്. പിന്നെ നമ്മൾ സ്കൂളത്തെ മാഷൊക്കെ അടിപൊളിയാണ്. നമ്മളെ ഇംഗ്ലീഷിലെ അത് മാഷ് പറയുന്നതൊക്കെ നല്ലോണം മനസ്സിലാകുന്നുണ്ട്. സൈലത്തിലെ നാറ്റു സാറ് അവരും പൊളി തന്നെയാണ്. അപ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ചൊക്കെ നന്നായിട്ട് എഴുതാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ കാര്യം എങ്ങനെയാണ്? 72 മാർക്കാണ്. പിന്നെ ഫിസിക്സും 36 മാർക്കാണ്. അപ്പോൾ ഇതാണ് ഗൈസ് പേപ്പർ എന്ന് പറയുന്നത്. കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ചിലതൊക്കെ അശ്രദ്ധ കാരണം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചിലത് പോയിട്ടുണ്ട്. ഒരു ലാസ്റ്റത്തെ 17ാമത്തെ ക്വസ്റ്റ്യനിൽ 2ാമത്തെ DO കുറച്ച് അശ്രദ്ധ കാരണം തെറ്റിയൊരു സംഭവങ്ങളായിരുന്നു. അപ്പോൾ 36 മാർക്കുണ്ട്. A+. പിന്നെ ബയോളജി എൻ്റെ അമ്മയെ ഞാൻ ഫുള്ളൊന്നും കിട്ടുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തൊക്കെയൊക്കെയോ ഒരു സംശയമായിരുന്നു. ഇവിടെ എന്തോ കറയായിട്ടുണ്ടല്ലോ സാറില്ല. എന്തൊക്കെയോ ഒരു സംശയമായിരുന്നു. അത് തന്നെയാണോ, അതാണോ, ഇതാണോ? കാരണം ഈ കെമിസ്ട്രിയുടെ അടക്കം ഞാൻ ഈ പഠിച്ചത്. കെമിസ്ട്രി എന്ന് പറയുന്നൊരു മല പോലെ ഒന്നും തിരിയാത്തൊരവസ്ഥയാണ്. ഞാൻ ബയോളജി അങ്ങനെ നോക്കിയത് പോലുമില്ല. അതായത് ഇങ്ങനെ അങ്ങനൊക്കെ വായിച്ച് വിട്ടൊരു സംഭവമായിരുന്നു. പക്ഷേ എന്നാലും ക്ലാസ്സിൽ നിന്ന് എടുത്തതും പിന്നെ സൈലൻറ്റ് ക്ലാസ്സസിലെടുത്തത് അതൊക്കെ ഓർമ്മ വെച്ചിട്ടാണ് ഞാൻ എഴുതിയത്. അപ്പോൾ അതിൽ ബയോളജി ഫുൾ കിട്ടി ഗൈസ്. അപ്പോൾ സോ ഹാപ്പി. ഓക്കെ, നെക്സ്റ്റാണ് കെമിസ്ട്രി. എൻ്റെ ദൈവമേ, ഞാൻ തലകുത്തി മറിഞ്ഞിരുന്നു തലേ ദിവസം. പക്ഷേ അത് അത്ര ഒന്നും ശരിയായില്ല എന്നുള്ളതാണ്. പക്ഷേ 35 ഉണ്ട് കേട്ടോ ഗൈസ്. 35. അപ്പോൾ അത് റൗണ്ടാക്കി വരുന്ന സമയത്ത് 36 എന്നാണ് എഴുതുക. അപ്പോൾ അതൊരു ബോർഡറിൽ അല്ലെങ്കിൽ കഷ്ടിച്ച് A+ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എന്തൊക്കെയോ ആയിരുന്നു ആ പരീക്ഷ എന്ന് പറയുന്നത്. എന്തെല്ലോ ആയിരുന്നു സംഭവം. എനിക്ക് കെമിസ്ട്രിയാണ് നല്ലോണം ഇമ്പ്രൂവ് ആക്കാനുള്ളത്. കുറച്ചുകൂടി മനസ്സിലാക്കി പഠിക്കണം തോന്നിയിട്ടുള്ളതും അതാണ്. പിന്നെ ഫുള്ള് ലാംഗ്വേജിലേക്ക് നമുക്ക് കിടക്കാം. ഹിന്ദിയാണ് 37 വരുന്നത്. നല്ലൊരു പരീക്ഷ തന്നെയായിരുന്നു. നമുക്കത്തെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പഠിക്കഥയായാലും അതൊക്കെ ഞാൻ ഇങ്ങനെ എഴുതി വെച്ചു. പിന്നെ എന്തായാലും ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യമൊക്കെ ഈ പഠിക്കഥ കണ്ട സമയത്ത് ഞാൻ എങ്ങനെ ഇതൊക്കെ എഴുതും, ഇത് എഴുതാൻ പറ്റുമോ? അതായത് സോഷ്യലായിരുന്നല്ലോ അന്ന്, സോഷ്യലിൻ്റെ. അതുകൊണ്ട് ഹിന്ദി ഞാൻ ഒട്ടും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ഹിന്ദി ഒന്നും ഞാനിങ്ങനെ പാഠം അറിഞ്ഞത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ആ ഒരു ടിപ്പണി പഠിച്ചത്, മേരെ ദുനിയാക്കി തമാം ബച്ചയിലെ ആ ഒരു ടിപ്പണി. പക്ഷെ അതിന്
എനിക്ക് അധികം ഒന്നും ഓർമ്മ കിട്ടിയില്ല, ഒന്നും ഫുള്ളൊന്നും അതാൻ പറ്റിയില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഹിന്ദി അങ്ങനെ സെറ്റാണ്. പിന്നെ മലയാളം യെസ്, നമ്മൾ 40 നമ്മൾ എല്ലാം ഇങ്ങനെ തള്ളി ഇടുന്നതാണ്. പക്ഷേ ഞാൻ കുറച്ച് കീ പോയിൻറ്റ്സ് മാത്രം ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ലൈക്ക് എക്സസിലൊക്കെ എഴുതാൻ പറ്റുന്നത്, അതായത് യാഥാർത്ഥ്യ കുടുംബത്തിൽ സ്വന്തം സ്വത്വബോധം സാധിക്കാനാവാതെ വിഷമിക്കുന്ന സരിത, അത് ആ ഒരു സംഭവം ഞാൻ എഴുതി. അതുപോലത്തെ വേറെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ എസ്സേയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന ആദ്യത്തെ 2 വരികളായിട്ട് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. അതായത് KT എന്ന 2 അക്ഷരങ്ങൾ കൊണ്ട് പ്രശസ്തമായ നാടകത്ത് അങ്ങനെയൊക്കെ എഴുതുമ്പോഴത്തേക്ക് തന്നെ ഒരു ഇതാണ്. വിവാഹ ജീവിതം സ്ത്രീകളുടെ ജീവിതത്തിൽ ചട്ടക്കൂടായി മാറുന്ന സന്ദർഭത്തിൽ, ഇതൊക്കെ എജുപോർട്ടിലാണ് കേട്ടോ ഞാൻ മലയാളം ക്ലാസ് കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അതായത് ആ ഒരു പോയിൻറ്റ്സ് എഴുതിയാൽ തന്നെ നമുക്ക് അതിൽ മാർക്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ സംസ്കൃതം 37.5 മാർക്കാണുള്ളത്. ചിലതൊക്കെ ഞാൻ ഇത് തെറ്റിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു കസ്യ കേന എന്ന് മാത്രമേ എഴുതേണ്ടത്, പക്ഷെ അങ്ങനെയല്ല. കസ്യ കേന ഉപയോഗിച്ചിട്ടൊരു ക്വസ്റ്റ്യൻ വേർഡ് തന്നെ ഉണ്ടാക്കണം. ക്വസ്റ്റ്യൻ വായിക്കാതെ എഴുതാനുള്ള പ്രശ്നമാണിത്. ക്വസ്റ്റ്യൻ ഞാൻ ശരിക്കും അങ്ങനെ വായിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടായിരിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ ഓണം എക്സാമിൻ്റെ മാർക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എല്ലാ സബ്ജക്റ്റിലും A+ ഉണ്ട്. പക്ഷേ എനിക്ക് ഒന്നും കൂടി ഇമ്പ്രൂവ് ആക്കണം എന്നൊക്കെയാണ് ഉള്ളത്. ചിലതൊക്കെ ബോർഡറാണ്, അതായത് കെമിസ്ട്രി ഒക്കെ എങ്ങനെയോ, അതായത് 35.5 നമ്മൾ ഒരു ഉറപ്പിച്ച് പറയാനായിട്ടില്ലല്ലോ നമ്മൾ, അല്ലേ? അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഈ വീഡിയോ. ഇനി വരാൻ പോകുന്ന എല്ലാ എക്സാംസും 9ാം ക്ലാസ് ആയിക്കോട്ടെ, അവരിതൊക്കെ ക്വസ്റ്റ്യൻ പാറ്റേൺ മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നിലവാരം ഉയർത്തുക എന്നുള്ളത് മാത്രം നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ക്രിസ്മസ് പരീക്ഷയ്ക്ക് എല്ലാവർക്കും പൊളിച്ചടക്കാൻ പറ്റട്ടെ. ഇക്കൊല്ലത്തെ SLC നമ്മളാണ് ഇതുപോലുള്ളൊരു എക്സാം ആദ്യമായിട്ട് എഴുതുന്നത്. അപ്പോൾ ഗൈസ്, എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ മാർക്സൊക്കെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാംസ് എന്നൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഗൈസ്, ഇതൊന്നും നമുക്ക് പ്രശ്നമില്ല. ഇനി അടുത്ത എക്സാംസ് നമുക്ക് എന്തായാലും അടിപൊളിയാക്കണം. പബ്ലിക് എക്സാമിന് നമുക്ക് അടിപൊളിയാക്കണം. അപ്പോൾ ഇനി ക്രിസ്മസ് എക്സാമിന് അധികം സമയമൊന്നുമില്ല. നമ്മൾ കഴിഞ്ഞു. ഞാൻ ഇതുവരെ ആ ഒരു ഹാങ് ഓവർ ഇതുവരെ മാറിയിട്ടില്ല. ഇനിയും പഠിക്കാൻ തുടങ്ങണം ഇനി. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് നേരുന്നു. ഇനിയും സ്റ്റഡി ബ്ലോഗ്സും അങ്ങനെ എന്തെങ്കിലും ഷോർട്സൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ